ഹലോ നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ മാസങ്ങളായി ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട്. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് എല്ലാം മാറി, പുറത്ത് പോക്ക് കുറച്ച് കുറഞ്ഞു, പിന്നെ മൊത്തത്തിലൊന്ന് ബിസിയായി. വീഡിയോ ഇവിടുത്തെ ടൈമിംഗ് എല്ലാം മാറിയല്ലോ. അതായത് നേരത്തേക്ക് എന്ന് പറയുമ്പോൾ ഒരു രാത്രി 10 മണിയൊക്കെ ആവും നമുക്ക് സൺസെറ്റ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു 5 മണി 5:30 ആകുമ്പോഴേക്കും നമ്മൾ സൺസെറ്റായി. എന്നാൽ മൊത്തത്തിൽ ഇപ്പം വീഡിയോ ഒന്നും ചെയ്തിട്ട് കുറേ ആയി. ഇപ്പം ഇന്ന് റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ OICC വാട്ടർഫോർഡ് ഒരു ചെറിയൊരു എന്താ പറയുക മീറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് കുട്ടികളുടെ എന്താ പറയുക കളറിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. നല്ല കാറ്റൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികളുടെ ഡ്രോയിങ് രജിസ്ട്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് അവർ രജിസ്ട്രേഷനും തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. വിളിക്കരുത്. ഭാരതം, നാം ജനിച്ച ഭാരതം, നമ്മളെ വളർത്തിടുക ഒരു അമ്മയാണ് ഭാരതം. ഗാന്ധിജിയെ സ്മരിക്കണം, നെഹ്റുവിനെ ഓർക്കണം, ചോര നൽകി നാട് കാത്ത ധീരരെ നാം സ്മരിക്കണം. മതേതര ചിന്തയാൽ പെരുമയേറുന്ന പൈതൃകം, 100 ചിന്തകൾ, 100 ഭാഷകൾ, മതത്തിലപ്പുറമുള്ള സ്നേഹചിത്രം. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യനും, പാഴ്സിയും ജൈനനും തോളോട് തോൾ ചേർന്ന നമ്മുടെ ഭാരതം. ആ ഭാരതത്തിന്റെ 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ വാട്ടർഫോർഡ് അണിയിച്ചിരിക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിലേക്ക് നിങ്ങളെവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. A very good evening to all. Warmly welcome you on the 75th Republic Day of celebrations organized by OICC WATERFORD unit. So we are going to start our celebration. Children, please be quiet for some time. We are going to start our celebration with the inaugural meeting followed by our cultural event. So I am wishing all of you have a great evening and sit and enjoy and relax the evening.
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കുറച്ച് ഗസ്റ്റുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ പ്രോഗ്രാമിനായിട്ട് വേണ്ടിയിട്ട്. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഓൾ അവർ ഗസ്റ്റ് ഫോർ ദിസ് പ്രോഗ്രാം. Also I'm requesting all of you to come to the stage please, and first I'm welcoming Mr. Linguster Matthew. Please be on stage. And next is Mr. Prince K. Matthew, President of OICC Ireland Waterford Unit. I am inviting onto the stage Father Joman Kamkanatan, Vicar of St. Mary's Zero Malabar Catholic Church Waterford. Ajahn, please be on stage. Now I am inviting Ms. Stephanie Keating. She's the councillor for Waterford City and County Council. Thank you, Stephanie. I'm inviting Mr. George Uti Pinameda, Vice President of OICC Ireland. On stage, please. Also, I'm inviting Mr. Amy Quinlan, Councillor for Waterford City and County Council. Thank you. Next, I'm going to invite Mr. Sancho Mulavanikal, OICC General Secretary, please. Next, I'm inviting Mr. Sijo David, Vice President of OICC Ireland, OICC Waterford Unit. Also, I have the Seven Jones Secretary for OICC Waterford. So it looks like the stage is full and completed. So we're going to start our inaugural ceremony with a small prayer. So I would like to call Mr. Sandro Molorikil for a short prayer. I'm requesting everyone to stand up for a minute. Thank you. OICCയുടെ വാട്ടർഫോർഡിൻ്റെ പ്രസിഡൻറ്റും ആയ പ്രിയപ്പെട്ട പ്രിൻസ് ആൻഡ് ഓൾ അവർ ഡിഗ്നറ്ററീസ് ഓൺ ദ ഡൈസ്, സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ ഈ മീറ്റിങ്ങിൻ്റെ എല്ലാ മര്യാദകളും ലംഘിച്ചാണ് എൻ്റെ പ്രസംഗം ആദ്യമാക്കിയത്. എനിക്ക് 6 മണിക്ക് ഇവിടുന്ന് പോകേണ്ടതുണ്ട്. 5:15 തുടങ്ങുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നതും. എന്നാൽ പോലും മലയാളികളുടെ ഒരു പരിപാടി കൃത്യസമയത്ത് തുടങ്ങുന്നത് ഏറെ സന്തോഷകരമാണ്. 15 മിനിറ്റ് മാത്രമേ ഈ പരിപാടി താമസിച്ചുള്ളൂ എന്നതും ഏറെ സന്തോഷമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഹോളും മറ്റ് സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ സംഘാടകരോട് ചോദിച്ചു, ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ പ്രസംഗിക്കേണ്ടത്? തീർച്ചയായിട്ടും 2 കൗൺസിലേഴ്സ് ഇവിടെ ഉണ്ട്. എന്നിരുന്നാലും റിപ്പബ്ലിക് ഡേ നമ്മളെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ഇതിനോടകം ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നത്. വി ആർ സെലിബ്രേറ്റിംഗ് അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ
which is called as Republic Day 75th. So I am just speaking to the people in our own language. ഞാൻ ഏതായാലും ഒരു കുഞ്ഞു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് കരുതുന്നത്. റിപ്പബ്ലിക് ഡേക്ക് ഇവിടെ ഞാൻ വരാൻ കാരണം ഞാൻ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഒരു അംഗം എന്ന നിലയിലല്ല, ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, കോൺസ്റ്റിറ്റ്യൂഷനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സംഘാടകരെ വിളിച്ചപ്പോൾ വളരെയേറെ സ്നേഹത്തോടു കൂടി വരാൻ പറ്റുന്നു. എൻ്റെ സന്തോഷം അറിയിക്കുന്നു. 75ാം റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന ഇന്ത്യക്കാരായ നമുക്ക് എല്ലാവർക്കും ഈ ദിനത്തിന്റെ ആശംസകൾ ഞാൻ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയെ സ്നേഹിക്കുന്നത് എന്നതാണ്. അതിലൊരു വൈരുദ്ധ്യാത്മകത ഈ ഇന്ത്യയെ സ്നേഹിക്കുന്ന പല ഇന്ത്യക്കാരായ ആൾക്കാർക്കും വിദേശ പാസ്പോർട്ടാണ് താനും. എന്നിരുന്നാലും നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഓഫ് ദി കൺട്രി വളരെ പ്രധാനപ്പെട്ടാണ്, ഒരു പാട്രിയോട്ടിസം. നമ്മുടെ ഭരണഘടന രൂപീകരിച്ചത്, അതുമായി സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒത്തിരി വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. അതിനെക്കുറിച്ച് എന്തെങ്കിലും ആധികാരികമായിട്ട് പറയാനും മാത്രമുള്ള ഒരാളുമല്ല ഞാൻ. എന്നിരുന്നാലും നമ്മുടേത് മാത്രമായ ഭരണഘടനയുടെ ഒരു പ്രത്യേകത ഒന്ന് പറയാതെ പോകുന്നത് ശരിയല്ല. ഒരു ഇൻക്ലൂസീവ്നെസ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടേത്. ഈ ഭരണഘടന രൂപീകരിക്കുമ്പോൾ അത് പ്രാബല്യത്തിൽ വന്ന ദിവസമാണ് ജനുവരി 26. 1947 ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ 14 അർദ്ധരാത്രിക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു വഴികാട്ടി ആയി ഈ രാജ്യത്തെ ഒരുമിപ്പിച്ചത് ഈ ഭരണഘടന നിലവിൽ വന്ന റിപ്പബ്ലിക് ഡേ ആയ ജനുവരി 26 ആണ് അതിനൊരു കാരണമായി തീർന്നത്. ഈ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപക്ഷെ ഭരണഘടന കണ്ടിട്ടുള്ളവരുണ്ടോ, അത് വായിച്ചിട്ടുള്ളവരുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് ഈ സമയത്ത് നല്ലതാണ്. ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം എന്നീ മുഖമുദ്രയാൽ സമ്പന്നമാണ് നമ്മുടെ ഭരണഘടന. നമ്മുടെ ഭരണഘടന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണെന്നാണ് പറയുക. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഭരണഘടന നമുക്കുണ്ടായത്? കേവലം രാജ്യത്തിന്റെ ആളുകളുടെ എണ്ണത്തിന്റെ വലിപ്പത്തിന് ആനുപാതികമായി ഉണ്ടാക്കിയതല്ല, മറിച്ച് ഈ ലോകത്തിൽ അന്ന് നിലവിലിരുന്ന എല്ലാ ഭരണഘടനകളിൽ നിന്നും ഏറ്റവും നല്ലത് സ്വീകരിച്ച് രൂപീകൃതമായ ഒരു ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. അതുകൊണ്ടാണ് അതിനെ ഇൻക്ലൂസീവ് എന്നൊക്കെ ശശി തരൂരിനെ പോലെയുള്ള മഹാമനുഷ്യര് ലോകം കണ്ടിട്ടുള്ളവർ വിളിക്കുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞ 3-4 കാര്യങ്ങളുണ്ട്: മതേതരത്വം, സോഷ്യലിസം, ജനാധിപത്യം. ജനാധിപത്യത്തെ കുറിച്ച് മാത്രം ഒന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. കാരണം ഏതാണ് നിങ്ങളുടെ മതം എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ആൾക്കാർ പറയുന്നത് ഞാനൊരു ജനാധിപത്യ വിശ്വാസിയാണ് എന്നതാണ്. ഈ റിപ്പബ്ലിക് ഡേയില് 75ാമത് റിപ്പബ്ലിക് ഡേ, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ നമ്മൾ ആഘോഷിക്കുമ്പോൾ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. 4 ചെന്നായികളും ഒരു കുഞ്ഞാടും ചേർന്ന് അത്താഴത്തിന് എന്ത് വേണം എന്ന് വോട്ടിട്ട് തീരുമാനിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയണമെങ്കിൽ പ്രവചനപരാവശ്യമില്ല. അതാണ് ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ. എത്ര നല്ല ഭരണഘടനയാണെങ്കിലും അത് ഏറ്റവും മോശപ്പെട്ട ആൾക്കാരുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ഏറ്റവും മോശമായ ഭരണഘടനയുടെ പ്രകടനമായി അത് മാറുമെന്ന് പറഞ്ഞത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്ത BR അംബേദ്കർ തന്നെയാണ്. ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെയോ സമുദായത്തെയോ മതത്തെയോ ഉദ്ദേശിച്ചല്ല. എന്നിരുന്നാലും നമ്മുടെ രാജ്യം ഇന്ന് വളരെയേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ജനാധിപത്യം എന്നുള്ളതാണ്. ഇത് മാത്രം എടുത്ത് ഒരിക്കലും പോസ്റ്റ് ചെയ്തേക്കരുത്. കാരണം ഇന്ന് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്. ഞാൻ ഇനി അവസാനം എന്റെ ഇന്ത്യയിൽ പോലും ചെന്നിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇന്ത്യ എന്ന സമൂഹത്തെ ഒരുമിപ്പിക്കുന്നതിൽ ഭരണഘടന എത്രമാത്രം പ്രാധാന്യത്തോടുകൂടി അതൊരു ലിഖിത പുസ്തകമായി, ഒരു വേദപുസ്തകം പോലെ നമ്മൾ കാണുന്നുണ്ടോ? പക്ഷേ ഇതിനെ തകിടം മറിക്കാനും മാത്രം പോരുന്നതാണ് ജനാധിപത്യത്തിന്റെ ശക്തി.
ഞാൻ അതുകൊണ്ടാണ് ആ കഥ പറഞ്ഞത്. 4 ചെന്നായ്ക്കളും ഒരു കുഞ്ഞാടും ചേർന്ന് അത്താഴത്തിന് എന്ത് വേണമെന്ന് വോട്ടിട്ട് തീരുമാനിച്ചാൽ ഭൂരിപക്ഷമാണ് ജനാധിപത്യത്തിന്റെ ശക്തിയും ദൗർബല്യവും. ജനാധിപത്യത്തിൽ എന്തും പാസ്സാക്കാൻ പറ്റും. ഈ കോൺസ്റ്റിറ്റ്യൂഷനെ പോലും അബ്സല്യൂട്ട് മജോറിറ്റിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് എന്നത് നമ്മൾക്ക് ഏറ്റവും പ്രത്യാശ നൽകുന്ന കാര്യമല്ല, നമുക്ക് ഏറെ ആകുലത നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരാകാം, രാജ്യത്തോട് കടപ്പാടുള്ളവരാകാം. അതേസമയം തന്നെ ഈ രാജ്യത്ത് ഈ ജനാധിപത്യം വഴി തന്നെ ഉണ്ടാകാവുന്ന അപകടങ്ങളെ കുറിച്ച് ബോധവാന്മാരാകാം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം നമ്മുടെ ഭരണഘടന രൂപീകരിക്കാൻ നമ്മുടെ പൂർവ്വസൂരികൾ എടുത്ത ആ ചിന്ത, എല്ലാറ്റിന്റെയും നന്മ മാത്രം സ്വീകരിക്കുക, എല്ലാറ്റിന്റെയും നന്മ സ്വീകരിച്ച് രൂപീകരിച്ച ഒരു ഭരണഘടനയാണ് നമ്മുടേത്. പശുവിനെ ആരാധിക്കാനും അപഹരിക്കാനും ഹരിക്കാനും നമുക്ക് ചിന്തയുണ്ട്, അവകാശമുണ്ടെന്ന് പറയുന്നതാണ് ജനാധിപത്യം. അതിനെ ആരാധിക്കാൻ മാത്രമേ അവകാശമുള്ളൂ എന്ന് പറയുന്നത് ഫനാറ്റിസമാണ്, ഫണ്ടമെന്റലിസമാണ്, ഫാസിസമാണ്. അതിനെ ആരാധിക്കാൻ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്ന് പറയുന്നതാണ് ഇത്. അതേസമയത്ത് അതിനെ ഭക്ഷിക്കാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതും ഇതുപോലെയുള്ള മറ്റൊരു ഫനാറ്റിസമാണ്, അല്ലെങ്കിൽ ഫണ്ടമെന്റലിസമാണ്, അല്ലെങ്കിൽ ഫാസിസമാണ്. പ്രിയപ്പെട്ടവരെ, ഭാഷയുടെ, ജാതിയുടെ, മതത്തിന്റെ, വർണ്ണത്തിന്റെ, വെറിയുടെ ഒക്കെ പല തട്ടുകളിൽ നിന്ന് ഈ രാജ്യത്തെ ഒരൊറ്റ ജനതയാക്കി മാറ്റിയത് നമ്മുടെ ഭരണഘടനയാണ്. നമ്മുടെ പൂർവ്വസൂരികളെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഒപ്പം ഈ രാജ്യം നമുക്ക് ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് നമുക്ക് നമ്മുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് ബോധവാന്മാരാകാം. ഒപ്പം നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ ഭരണഘടന എന്നും തലയുയർത്തി നിൽക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇത് എപ്പോഴും നല്ല മനുഷ്യന്റെ കരങ്ങളിൽ മാത്രം ചെന്ന് നിൽക്കുന്ന നല്ല ഭരണഘടനയായിട്ട് മാറട്ടെ. അതിന് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ചിന്തയും സാഹോദര്യവും ജനാധിപത്യ ബോധവും നമുക്ക് ഏറെ പ്രയോജനകരമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്പബ്ലിക് ഡേയുടെ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. Thank you, Acha, for your powerful and thoughtful message for this Republic Day. And next, we would like to move on to our event is inaugural ceremony and lamplighting. So, നമ്മുടെ ട്രഡീഷനാണ് ഏതൊരു നല്ലൊരു കാര്യത്തിന് തുടക്കം കുറിക്കുന്നത് നമ്മൾ തിരിതെളിച്ചിട്ടാണ്. So, it's a tradition for us to start the ceremony with the lamplighting. So, therefore, I will welcome all our guests for the lamplighting ceremony, please.
George. Now I invite Mr. Livingston Matthew for an inaugural speech. Dear Prince Matthew, President OICC WATERFORD, Father Jomun Kakinatu Bidar of Syro Malabar Catholic Church, Stephanie Keating, Councillor Waterford City Council, Eamon Chullan, Councillor Waterford City Council, George Gutti Punnamada, Vice President, OICC Ireland, Sanjo Mulavarigal, General Secretary, OICC Ireland, Sabine Jose, Secretary, OICC Ireland, Sijo David, Vice President, OICC Waterford, George Kurvila, President in charge of Youth Wing, OICC Ireland. And dear friends, today we are celebrating Indian Republic Day. Not only in Waterford, all over the world, the Indian community is celebrating yesterday, 26th of January and 27th of January. We are celebrating the Indian Republic Days. In a year, 2 days, the national days. One is August 15th, Indian Independence Day celebrations. This year, Indian Independence Day celebrations, we have organized a very, very great function in Dublin. But the Republic Day celebrations we have decided to organize in Waterford, the Waterford unit, under the Waterford unit. With the permission of our 2 councillors, I want to say a few words in our local language, Malayalam. Before that, I want to wish the best of success for the 2 councillors. They are contesting in the election from Waterford. That is Stephanie Keating and Eamon Chullan. With our full support and best wishes for the councillors. And I want to start my speech in Malayalam, our local language. നമുക്കറിയാം OICC വാട്ടർഫോർഡ് യൂണിറ്റ് നിലവിൽ വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അതിന്റെ ഇനാഗുറേഷൻ ഒക്കെ ഞങ്ങൾ വന്നിരുന്നതാണ്. OICC എന്ന് പറഞ്ഞാൽ തന്നെ വേൾഡ് മുഴുവൻ മലയാളികൾ നിറഞ്ഞു നിൽക്കുന്ന സംഘടനയാണ്. അമേരിക്ക, USA അടക്കം എല്ലാ രാജ്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന സംഘടനയാണ്. അതിന് വാട്ടർഫോർഡിൽ ഒരു യൂണിറ്റ് രൂപീകരിച്ചു. നല്ലൊരു യൂണിറ്റ്. അതിന് നമ്മുടെ നാഷണൽ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ജോർജ് കുട്ടി പുന്നമടയാണ്. പുന്നമട എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആവേശമാണ്. അതുപോലെയാണ് നമുക്കറിയാം നാട്ടിൽ പുന്നമട എന്നറിയാം. നമ്മുടെ ബോർഡ് റേസിങ്ങിലൊക്കെ ആ പേര് പുന്നമട എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഒരു ആവേശമുണ്ട്. അതുപോലെ ജോർജ് കുട്ടി നിറഞ്ഞു ജോർജ് കുട്ടിയും ഈ ടീമും എല്ലാവരും നിറഞ്ഞു പ്രവർത്തിക്കുക. വളരെ നന്നായി. ഞാനിത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. വളരെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനമാണ്. ഇതിങ്ങനെ നമുക്ക് മുന്നോട്ട് പോയി ഇനിയും വളരെ വളരെ വിശിഷ്ട വ്യക്തികൾ അയർലൻഡ് സന്ദർശിക്കുമ്പോൾ വാട്ടർഫോർഡ് കൂടി സന്ദർശിക്കുവാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എല്ലാവരും ഡബ്ലിനിൽ വന്ന് മടങ്ങി പോകുന്നവരാണ്. അപ്പോൾ വാട്ടർഫോർഡ് മെയിൻ ഒരു ഏരിയയായി മാറിയിരിക്കുക. അപ്പോൾ വാട്ടർഫോർഡിൽ മലയാളികൾ, ഡബ്ലിനിൽ നിന്ന് ഒത്തിരി മലയാളികൾ വാട്ടർഫോർഡിൽ എത്തിയിട്ടുണ്ട്. വാട്ടർഫോർഡിൽ തന്നെ നിരവധി മലയാളികളുണ്ട്. അപ്പൊ വാട്ടർഫോർഡിൽ വലിയ ഒരു യൂണിറ്റായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ നല്ല പ്രവർത്തനമായി ഇവിടെ മുന്നോട്ട് പോകുന്നു. ഇതിന്റെ പ്രസിഡന്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരാള്, വളരെ സിമ്പിളായിട്ട് ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് പ്രിൻസ് മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള, അതുപോലെ നമ്മുടെ സെക്രട്ടറി സെബിൻ ജോസ്, സിജോ ഡേവിഡ്, മറ്റു ഭാരവാഹികൾ എല്ലാവരും. ഞാൻ ഒരാളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നതല്ല, നല്ല ഒരു ടീമായി വരുമ്പോൾ നല്ല പ്രവർത്തനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരാൾക്ക് മാത്രമായിട്ട് നല്ല പ്രവർത്തനമായിട്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. നല്ലൊരു ടീം വർക്ക്, നല്ല യങ് ജനറേഷന്റെ നല്ലൊരു ടീം വർക്ക്, നല്ല സജഷൻസ് ഒക്കെ ആയിട്ട് ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വാട്ടർഫോർഡിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ല, നമ്മുടെ ആളുകളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഇടപെടാവുന്ന രീതിയിൽ സഹായം ചെയ്യാവുന്ന ഒരു വിങ്ങായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ കൂടുതലായി അധികം സംസാരിച്ചു പോകുന്നില്ല. നമ്മുടെ ഡബ്ലിനിൽ നിന്ന് വന്നിട്ടുണ്ട്, സാൻജോ മുളവരിക്കലുണ്ട്. ഇതിന്റെ നാഷണൽ കമ്മിറ്റിയിലുള്ള ഒരു കൺട്രി വൈസ് കമ്മിറ്റി ഉണ്ട്, യൂണിറ്റ് വൈസ് കമ്മിറ്റി ഉണ്ട്. അപ്പോൾ കൺട്രി വൈസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്, വർഷങ്ങളായിട്ടുള്ളതാണ്. കുരുവിള ഇവിടെ വന്നിട്ടുണ്ട്. ജോർജ് കുട്ടി വൈസ് പ്രസിഡന്റ് ആണ് നാഷണൽ. അതുപോലെ IOC എന്നത് OICC ആണ്. IOC എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമുണ്ട്, അത് AICCയുടെ ആണ്, ഓൾ ഇന്ത്യ തലത്തിലുള്ളതാണ് IOC. അതിൽ നമുക്ക് പഞ്ചാബികൾ പ്രസിഡന്റ് ആയിട്ടുണ്ട്, രാജസ്ഥാനികളുണ്ട്, എല്ലാ സ്റ്റേറ്റിലും നമുക്ക് കമ്മിറ്റി ഉണ്ട്. എല്ലാ സ്റ്റേറ്റുകാരും ഒന്നിച്ചു കൂടുന്ന
ഒരു എല്ലാ സ്റ്റേറ്റുകാരും കൂടെ ഒന്നിച്ചു കൂടുന്ന ഒരു മിക്സ് ആയി മാറുന്ന ഒന്നാണ് IOC. അതിനകത്ത് തമിഴ്നാട്, പഞ്ചാബ്, ആന്ധ്ര എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അപ്പോൾ അതിന്റെ കേരളത്തിന്റെ മലയാളികളുടെ വിഭാഗമാണ് OICC. മലയാളികൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് OICC. നമ്മുടെ ഡോക്ടർ ജസ്ബീർ സിംഗ് പൂരിയാണ് ഡബ്ലിനിൽ ഇതിന്റെ IOC-യുടെ ചെയർമാൻ. അതുപോലെ തന്നെ ഗുർഷരൻ സിംഗ്, യുറേഷ്യ സൂപ്പർ മാർക്കറ്റിന്റെ ശൃംഖലയുടെ ഓണർ ഗുർഷരൻ സിംഗ് ആണ് ഇതിന്റെ മൊത്തത്തിലുള്ള ചെയർമാൻ. അതിന്റെ പ്രസിഡന്റ് ഞാനാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു ടീം ഡബ്ലിനിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും, പ്രത്യേകിച്ച് ഈ കമ്മിറ്റിയോട് എനിക്ക് പറയാനുള്ള വാട്ടർഫോർഡിൽ ഇത് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ പറ്റിയത് അതിന്റെ പിന്നിലുള്ള ഏതൊരാളുടെ ഏതൊരു ആവശ്യങ്ങളും. അതുപോലെ തന്നെ വാട്ടർഫോർഡിൽ ഉയർന്നു വരുന്ന കുട്ടികളുണ്ട്. ലിവിംഗ് സെറ്റിൽ ഉയർന്ന വിജയം നേടിയവര്, അതുപോലെ മറ്റു മേഖലകളിൽ കലാ സാഹിത്യ മേഖലകളിൽ ഉന്നത വിജയം നേടി വളർന്നു വരുന്ന എല്ലാവരെയും ആദരിക്കാനുള്ള ഒരു പ്രസ്ഥാനം കൂടിയായിട്ട് ഇത് മാറണം. നമ്മൾ ഡബ്ലിനിൽ കഴിഞ്ഞ വർഷം ഡബ്ലിൻ ഏരിയയിലെ നേഴ്സിംഗ് ലെവലിൽ ഉയർന്ന നിലയിലെത്തിയവരെ അന്നത്തെ മിനിസ്റ്റർ ജാക്ക് ചേംബേഴ്സ് വന്ന് ആദരിച്ചു. 100 നേഴ്സുമാരെ നമ്മൾ ആദരിച്ചു. ഗാന്ധി അവാർഡ് നൽകി ആദരിച്ചു 100 നേഴ്സുമാരെ ഡബ്ലിനിൽ. വീണ്ടും ആ പരിപാടി നമ്മൾ ഓരോ വർഷവും നടത്താതിരിക്കാൻ, അങ്ങനെ വാട്ടർഫോർഡിൽ നമുക്ക് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന മലയാളി കമ്മ്യൂണിറ്റിയെ ഒന്നടങ്കം, അതിനകത്ത് രാഷ്ട്രീയമില്ലാത്ത രീതിയിൽ ഒന്നടങ്കം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയായി ഇത് മാറണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു പ്രസ്ഥാനമായി വാട്ടർഫോർഡിലെ ഒരു പൊതു പ്രസ്ഥാനമായി ഇത് മാറട്ടെ. പൊതുവായിട്ട് എല്ലാവരെയും ഒന്നിച്ചണിനിർത്തുന്ന ഒരു വേദിയായിട്ട് OICC വാട്ടർഫോർഡ് യൂണിറ്റ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇനി പ്രത്യേകിച്ച് ആരെന്ന് പറയുന്നത് നല്ലൊരു ടീമാണ്. അപ്പൊ നന്നായി പോകട്ടെ. ആൻഡ് ബെസ്റ്റ് വിഷസ് ഫോർ ദി കൗൺസിലേഴ്സ്. I think they will be elected again and we will give the best wishes to them. And ഞാനൊരു സ്ഥാനാർത്ഥിയാണ്, ഒരിക്കലും ആകാനിരുന്നതല്ല. യാദൃശ്ചികമായിട്ട് ഡബ്ലിനിൽ ഒരു സ്ഥാനാർത്ഥിയായി. ഭരണകക്ഷിയുടെയാണ്. അപ്പോൾ നല്ല ടൈറ്റ് മത്സരമാണ്. ഡബ്ലിൻ ഏരിയയാണ്. ലോക്കൽ ഏരിയയിൽ വളരെ കുറച്ച് വോട്ട് മതി. ഡബ്ലിനിൽ അതിന്റെ 3 ഇരട്ടി വോട്ട് കിട്ടിയാൽ ജയിക്കുള്ളൂ. ഡബ്ലിന്റെ പ്രധാന ഭാഗമാണ് ഡബ്ലിൻ നോർത്ത് ഭാഗം, എയർപോർട്ടിനുള്ള അടുത്ത ഭാഗം. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Mr. Matthew. We wish you all the best for your election. Next felicitation. Sorry, actually we just missed to welcome Mr. Michael. Mr. Michael, Stephanie's husband. You're welcome to the meeting today. So next is our felicitation speech by Stephanie Keating. So before I invite her, I just would like to say a few words about Stephanie Keating. Stephanie is a field councillor in Waterford City and County Council, a lecturer in SCTU School of Business, also appointed as a Peace Commissioner in 2021 by the Minister of Justice. She is also supporting an organization that provides needs to the homeless and vulnerable in Waterford. And she is a very good supporting our local community, Waterford. So I would like to invite Ms. Stephanie Keating to give a felicitation speech. Thank you so much for that introduction. Okay, I'm really honoured to be here today to extend my warmest congratulations to the Overseas India Cultural Congress in Waterford and its surrounds, and to all the people and families here to celebrate India's Independence Day. It's such a momentous occasion. And my colleague Councillor Ian Quinlan is known to a lot of you, and he's, we're really, both of us are delighted to be here today. The similarities between Ireland and India and the establishment of the nations is quite notable. Ireland and India have both overcome significant challenges and adversaries to emerge as beacons of resilience. We both have vibrant and robust democratic traditions that have stood the test of time. Both countries achieved an independence from British rule, Ireland in 1922 and India in 1947. On a personal note, in my family,
India holds a very special place in our hearts because my great-grandfather was born in India in 1876. His father was working as an engineer for one of the railway companies with the expansion of the railway. So we're all very proud of that and hold India close to our hearts. Lots of other similarities with the democratic principles. And I suppose for me and for Fianna Fáil, both countries celebrating diversity and providing constitutional protections for the rights of religious and cultural minorities is extremely important. We welcome our many cultures in Ireland. As I said, my party Fianna Fáil is a Republican party, but Republican based on the ethos of equality for all. This equality is achieved through access to quality healthcare, housing, education, childcare and employment for all. Contrary to what some may propose, Ireland is not full. We welcome you, we need you and we value your contribution. As was previously mentioned, I am an appointed Peace Commissioner. I'm either not from the Indian community. I'm based in Arcane Village, available to sign any documents that you may need signed. I know when you come to Ireland, first of all, or after a few years, if you decide to go for citizenship, you don't know where to go. I do that service for the community free of charge, and I'd be delighted to help you out. Yes, so we've alluded to the local elections. We're in election mode. Elections are the 7th of June. All people living in Ireland, regardless of citizenship, age 18 or over, entitled to vote. I would ask you to engage in the democratic process. We need a society that's representative of all our cultures. I'm so honoured to be here. I'm so delighted, and I wish you all the best with the rest of your celebrations. Thank you. Thank you, Stephanie, for your grateful words. Thank you. Next, I would like to invite Mr. George Punnamada for a felicitation speech. Thanks. Honorable distinguished guests and all OICC workers in Waterford unit and പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുഞ്ഞുമക്കളെ, ഈ വേദിയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി OICC അയർലൻഡ് വാട്ടർഫോർഡ് യൂണിറ്റിന്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. ഇവിടെ OICC കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ മിസ്റ്റർ മാത്യു, അദ്ദേഹം ഫിനഗയിലെ സ്ഥാനാർത്ഥിയായി ഡബിളിൽ മത്സരിക്കുന്നു. വർഷങ്ങളായി OICC അയർലൻഡ് എന്ന പ്രസ്ഥാനത്തെ ഡബിളിൽ കേന്ദ്രീകരിച്ച് കൊണ്ടു നടക്കുന്ന നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് മിസ്റ്റർ മാത്യു. കഴിഞ്ഞ 22 കൊല്ലമായി അയർലൻഡിൽ സാമൂഹിക, സാംസ്കാരിക എല്ലാ മണ്ഡലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് മിസ്റ്റർ. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സാൻജോ മുളവരിക്കൽ, കുരുവിള, ഞാനും കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു എളിയ പ്രവർത്തകനാണ്. വാട്ടർഫോർഡിലെ കുറച്ച് നല്ല കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള കുറച്ചധികം പേർ എന്നോട് വന്ന് ആവശ്യപ്പെട്ടു, ചേട്ടാ, ഞങ്ങള് ഗൾഫിലും മറ്റുള്ള പ്രദേശങ്ങളിലുമൊക്കെ ഈ OICCയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്നവരാണ്, നമ്മൾക്കൊരു വേദി വാട്ടർഫോർഡിൽ ഇല്ല എന്നോട് പറഞ്ഞു. ഞാൻ കരുതി, എന്തിനാ ഈ തലവേദനയ്ക്ക് പോകുന്ന, അടങ്ങിറങ്ങി പരിക്കാതിരുന്നാൽ പോരെ എന്ന് മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇവരുടെ നിർബന്ധപ്രകാരം നമ്മൾ OICC വാട്ടർഫോർഡ് അയർലൻഡ് യൂണിറ്റ് ഏകദേശം 1 കൊല്ലത്തിന് മുമ്പ് ഇവിടെ തുടങ്ങി വെച്ചു. എന്തോ ഒരു അഭൂതപൂർവമായ പിന്തുണയാണ് അതിന് ലഭിച്ചത്. കാരണം നമ്മൾ ഏറ്റെടുക്കുന്ന 2ാമത്തെ പരിപാടിയാണ് ഇപ്പോൾ വാട്ടർഫോർഡിൽ സംഭവിച്ചിരിക്കുന്നത്. OICC അയർലൻഡ് എന്നുള്ള യൂണിറ്റ് ഇപ്പോൾ അറിയാത്ത ഒരു മേഖല അയർലൻഡിലില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, വളരെ
ഊർജ്ജസ്വലരായ ഒരു 10-15 ചെറുപ്പക്കാർ ഇതിനു വേണ്ടി വ്യാപകൽ അധ്വാനിക്കുന്നുണ്ട്. ഞാൻ മുൻവശത്ത് ഒരു പ്രതിമയായിട്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം അത്ര കണ്ട് ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സമർപ്പിതരായിട്ടുള്ള ഒരു നല്ല ഒരു കൂട്ടായ്മ ഞങ്ങൾക്കുണ്ട്. ഇത് ഞാൻ പല പല സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, പല പല സംഘടനയുടെ ഭാഗമായിട്ട് നിന്നിട്ടുമുണ്ട്. പക്ഷെ അന്നൊന്നും കിട്ടാത്ത ഒരു നല്ല സപ്പോർട്ട് OICCക്ക് ഇവിടെ ലഭിക്കുന്നു. അതിന്റെ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇന്ന് നമ്മൾ ഈ വിളിച്ചു കൂട്ടിയ നമ്മുടെ പരിപാടി ഇവിടെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്ന 160 പേർക്കാണ് ഈ ഹോളിൽ നമുക്ക് പങ്കെടുക്കുവാൻ സാധിക്കുക. പക്ഷെ എന്നിരുന്നാൽ പോലും ഏകദേശം 190 പേര് ഓൾറെഡി ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് കൂടുതൽ ആളുകൾ വന്നിട്ട് വെറുതെ കുളമാകണ്ട, അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അതും പ്രകാരം നമ്മൾ ആ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഗൂഗിൾ ഫോം അല്ലെങ്കിൽ ആ ഒരു സൈറ്റ് ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്തു. ഇനി ആരെയും നമ്മൾ ഇനി അതിനകത്ത് പങ്കെടുപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ. എങ്കിൽ പോലും രജിസ്ട്രേഷൻ ഇല്ലാഞ്ഞിട്ടും ഒരുപാട് പേര് ഈ രീതിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്ന ഒരു വികാരം OICC എന്നുള്ള പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണമെന്നും അതിനോട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കണമെന്നുമുള്ള അതിയായ ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഓരോരുത്തരും കടന്നു വന്നതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നിങ്ങളുടെ പ്രതീക്ഷകൾക്കും ഞങ്ങൾ ഒരിക്കലും വിലങ്ങുതടിയാകില്ല. നല്ല നല്ല പ്രവർത്തനങ്ങളും നല്ല നല്ല ഇടപെടലുകളുമായി സമൂഹത്തിൽ വാട്ടർഫോർഡ് ഐലൻഡ് യൂണിറ്റിന്റെ ഓരോ നേതാക്കന്മാരും ഉണ്ടാകും. കാരണം ചില സംഘടനകളിൽ യാതൊരു സ്പേസും കിട്ടാത്ത ഒരുപാട് പേർ വാട്ടർഫോർഡിലുണ്ട്. പല പല കഴിവും പല പല ടാലന്റുമുള്ള ആൾക്കാർ. അവരെ മുന്നിലോട്ട് കൈപിടിച്ചു കൊണ്ടുവരുവാനായിട്ട് ആരും ഇല്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക സ്ഥാനത്തേക്ക് കയറി കഴിഞ്ഞാൽ വർഷങ്ങളോളം അത് അടക്കി ഭരിക്കുക, ഒരു മനുഷ്യനെ അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കുക. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആർക്ക് താല്പര്യമുണ്ടോ, ആർക്ക് ആഗ്രഹങ്ങളുണ്ടോ അവരെ കൂടിച്ചേർത്ത് കൊണ്ടുപോകുന്ന നല്ലൊരു സംവിധാനമാണ് OICC വാട്ടർഫോർഡ്. നിങ്ങൾക്കും നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഞങ്ങൾ ഉയരുമെന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. വളരെ നല്ല ഒരു മൂവ്മെന്റ് ആയിട്ട് ഇത് മുന്നോട്ട് പോകുന്നു. വരും കാലങ്ങളിൽ നല്ല പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇടയിലേക്ക് ഞങ്ങൾ കടന്നു വരും. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായവും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്പബ്ലിക് ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Mr. George Goody, for your kind words. And next is a felicitation speech by Emil Kunle. So before I would like to welcome, I just want to introduce Mr. Emil Kunle for all of you. Emil Kunle is a Fianna-Fail councillor from Waterford, a former mayor of Waterford City and governor of University College Cork. Emil represents Tramore and Waterford City and West India. And he is a lover of history, and recently he was a law graduate. And he is also a sport-loving man. I just learned it from you. So Mr. Kunle has always been actively involved in his community work and striving to make a people's life better through his role as a councillor. So I would like to invite, I'm really proud to invite Mr. Emil Kunle for a felicitation speech from Mr. Kunle. Thank you. Hello everyone, it's great to see so many friends and familiar faces here again this evening. And when she said sport, she means cricket. That's the subtext there. I'd just like to start by saying very much thank you to all of you for the great welcome that you've given me here today, as you always do, and specifically to the organisers of today, the OICC, the committee members, for making sure that this has happened and it's going so well. I'd just like to say that in my younger years I learned how much similarity and I suppose unity there was between the political leaders of Ireland and the political leaders of India when both were seeking a republic some 75 or more years ago now. I had to do a quick check just to make sure I was correct, that actually even though Ireland gained independence in 1922, we actually declared a republic in 1949. So we're not only both joint republics, we're both republics on our 75th anniversary at the exact same time.
It was of great interest to me many years ago that the political leaders of Ireland and the political leaders of India in the 1920s, 30s and 40s actually corresponded by letter, telegram and spoke to one another many times on how to progress a political movement to gain a republic. In many ways, Ireland and India were worlds apart, but when it came to seeking the dignity of a people who wanted their own self-determination, we were brothers together to achieve that aim. We could not have been closer. I think today is a very special day. Your republic is something that guarantees that the history, heritage, music, culture, art, and all that it is that is the birthright of your next generation is enshrined and passed on. And I would say, as someone who has family living abroad for many years as well, the fact that this committee here today, as well as the various other committees that are active in Waterford, to ensure that sporting traditions, music, dance, all is cherished, valued and passed on to that next generation is not just an achievement and something worthwhile for the next generation. It's actually something I think we will appreciate here in Waterford and Ireland across the board. It makes Waterford a better place to live. It makes Waterford a more interesting place to live. And I can only say from the bottom of my heart and from the local government here in Waterford, I wish you all a joyous and happy India Republic Celebration Day. Thank you very much. Thank you, Eamon, for your great greetings. And now we are nearly ending our meetings, and after the prize distribution for our competition winners. So this is the time to distribute all our competition winners, coloring and drawing competition. നമ്മുടെ കുട്ടികളെല്ലാം നമ്മളോട് തന്നെ അതിനകത്ത് നല്ലതായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വെരി ടാലന്റഡ് കിഡ്സ് യു കൻ സീ ഇറ്റ് ഇൻ ഡ്രോയിങ് ആൻഡ് കളറിങ്. സോ വി ജസ്റ്റ് ആർ ഗോയിങ് ടു കോൾ അപ്പ് യുവർ നെയിംസ് and then you can come and collect your prizes. Come to the stage, please. Congratulations, Debha. Next, for the coloring categories, second prize is Jermail Basil Jijo. Please come to the stage. Second prize. Well done, well done. And the third prize goes to Rosalind Sibi. Next is category number 2, coloring. The first prize is Ashlia Prince. And the next is Nilofer Nicha. And third prize is for the coloring competition, Alfie Cyril. Alfie Cyril. ഡ്രോയിങ് കോമ്പറ്റീഷന് പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. ആ കുട്ടികളെല്ലാം ദയവായിട്ട് സ്റ്റേജിനടുത്തേക്ക് വരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. Thank you, Stephanie, for that. And please be seated. I would like to request Mr. Eamon Kunlen to give the rest of the prizes, please. Thank you. Next category is drawing. Drawing, and the third section. The first prize goes to Angelina Susan Prince. Thank you. And the second prize goes to Avani Shibu. Thank you. And the third prize goes to Clara Elizabeth Pradesh. Next, drawing category number 2. The first prize goes to Aaron Prince Matthew. Thank you. And next prize goes to Ryan Michael, the second prize. Next, the third prize goes to Krista Roslyn Pradesh. Thank you, Mr. Eamon. And thank you all, and congratulations for all the winners. First first category coloring, Jace Joe Sebin. Come to the stage, please. Requesting Sebin to give his son a small. Next is Elaine Susan Vargas. Next one is Leisha Aksabibin.
requesting Prince Matthew to give up. Next is Amy Minish. Amy Minish. അടുത്തയാള് ബിബിൻ. Isa Bibi. Next is Ivana Rose. Come to the stage. Vivek Paul Jacob. Next is Mars. I don't know, there is no surname. I'm requesting Mr. Lingoster. Next is Amy Anshijo. Next is Biradi Elvia. Next is Nora Elsa Royce. Next is George. Next is Evelyn. Next is Aaron Thomas JB. Next is Christina Rachel Johnsey. Next is Olivia Sealer. Next is Isabel Bibbins. Imana Anna Joby. Next is Abigail. Coloring competition category second. Calling upon Saira Maria Sijo. Please come to the next is Dylan Gregory Varghese. Next is Sarah Maria Sijo. Next I'm requesting Shibu here. Next is Danish. Elna Mary's Vinod. Next is Tirthak Bharani. Next I'm calling upon Nijar. This is Alfie Cyril. Azin Anthony, come to the stage. Helen Jimmy. Helena Anna Arun. Next is Esther Maria Jebi. Jala Jaladi Taranga Tava Shubha Name Jage Tava Shubha Ashish Mange Gahe Tava Jaya Gada Jana Gana Mangala Dayak Jaya He